കൊല്ലത്തെ അപകടം, ആ അപകടത്തിൽ ഒരു സ്ത്രീ മരിച്ച സംഭവം, അതാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട വാർത്താ തലക്കെട്ടുകളിലൊന്ന്. കൊല്ലത്ത് സ്കൂട്ടർ യാത്രക്കാരെ ഇടിച്ചു വീഴ്ത്തി കടന്നുകളഞ്ഞ കാർ ഡ്രൈവർ അജ്മലിനെതിരെ നരഹത്യാ കുറ്റം ചുമത്തി പോലീസ്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത്. മനഃപൂർവ്വമായ നരഹത്യ, അലക്ഷ്യമായി വാഹനമോടിക്കൽ, മോട്ടോർ വെഹിക്കിൾ ആക്ട് എന്നിവയനുസരിച്ച് കൊല്ലം ശാസ്താംകോട്ട പോലീസ് കേസെടുത്തിരിക്കുന്നു. വൈദ്യപരിശോധനയിൽ അജ്മൽ മദ്യപിച്ചിരുന്നുവെന്നും കണ്ടെത്തിയിട്ടുണ്ട്. മനുഷ്യാവകാശ കമ്മീഷനും കേസെടുത്തു. കാറിലുണ്ടായിരുന്ന ഡോക്ടർ ശ്രീകുട്ടിയെ കരുനാഗപ്പള്ളിയിലെ ആശുപത്രിയിൽ നിന്ന് പുറത്താക്കി. കാർ അമിത വേഗത്തിലായിരുന്നുവെന്നും എതിർദിശയിലേക്ക് വീണതിനാലാണ് ജീവൻ തിരിച്ചു കിട്ടിയതെന്നും പരിക്കേറ്റ ഫൗസിയ പറഞ്ഞു. ഞാൻ അപ്പുറം ഇപ്പുറം നോക്കി വണ്ടി വരുന്നുണ്ടോന്ന് ഇല്ലെന്ന് ഉറപ്പാക്കിയിട്ടാണ് ഞാൻ വണ്ടി എടുത്തത്. പക്ഷെ എന്തോ പെട്ടെന്ന് ഇതിനെ കൂടെ കയറി വന്നു ഓർമ്മയില്ല. എനിക്ക് പെട്ടെന്ന് ഇടിച്ചിടുമായിരുന്നു. സൈഡിലേക്ക് ചേട്ടത്തി ഞാൻ കാറിന്റെ ഫ്രണ്ടിലേക്ക് ചേട്ടത്തി വെച്ച് എഴുന്നേറ്റ്. പക്ഷെ എന്തോ പിന്നെ ആ കാർ കയറിയാകെ പോയത് അതിവേഗത്തിലായിരുന്നു. ബാലൻസ് ഇല്ലാതെ വണ്ടി വന്നത്. വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രൈവ് ചെയ്താ വന്നത്. ബാലൻസ് ഇല്ലാത്ത രീതിയിൽ. ദിലീപ് ദേവസ്യ നൽകും കൂടുതൽ വിവരങ്ങൾ. ദിലീപ് ദേവസ്യ, എന്താണ് അപകടത്തിൽ സംഭവിച്ചത് എന്ന് കുഞ്ഞുമോൾക്കൊപ്പമുണ്ടായിരുന്നയാൾ തന്നെ പറയുകയാണ്. ആ അപകടം അത് മദ്യലഹരിയിൽ വാഹനം ഓടിച്ചുണ്ടാക്കിയതാണ് എന്നതുകൂടി വ്യക്തമാവുകയല്ലേ? കാർ ഉടമയെയും ഒപ്പമുണ്ടായിരുന്ന ഡോക്ടറെയും ഒക്കെ ചോദ്യം ചെയ്യുമ്പോൾ പോലീസ് എത്തുന്ന നിഗമനം എന്താണ്? സുജിയ, തീർച്ചയായിട്ടും ആ പരിക്കേറ്റ ഫൗസിയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. അതായത് അപകടം പറ്റിയ ശേഷം നിർത്താൻ പലതവണ ആവശ്യപ്പെട്ടിട്ടും ആ കാറ് എടുത്തു പോകുകയായിരുന്നു. ഇടിച്ച ശേഷം എതിർദിശയിലേക്ക് വീണതുകൊണ്ട് മാത്രമാണ് താൻ രക്ഷപ്പെട്ടതെന്നാണ് ഫൗസിയ പറയുന്നത്. ഈ കേസിൽ വാഹനം ഓടിച്ചിരുന്ന അജ്മൽ മദ്യപിച്ചതായിട്ടും കണ്ടെത്തിയിട്ടുണ്ട്. ഇതോടുകൂടി തന്നെയാണ് ഇവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിയത്. മനഃപൂർവ്വമായ നരഹത്യ, അലക്ഷ്യമായി വാഹനം ഓടിക്കൽ തുടങ്ങി മോട്ടോർ വാഹന വകുപ്പുകൾ ഉൾപ്പെടെയാണ് കേസ് ചുമത്തിയിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്നലെ തന്നെ വൈകിട്ട് 5:40 സംഭവം മൈനാഗപ്പള്ളി ആനൂർക്കാവിൽ നടക്കുന്നത്. അതിൻ്റെ CCTV ദൃശ്യങ്ങൾ പോലും ആരെയും ഞെട്ടിക്കുന്നതാണ്. വാഹനത്തിൽ സ്കൂട്ടറിൽ കാർ ഇടിക്കുന്നു. അതിനുശേഷം ഈ മരണപ്പെട്ട കുഞ്ഞുമോൾ കാറിൻ്റെ മുകളിൽ വീഴുന്നതിന് ശേഷം കാറിൻ്റെ അടിയിലേക്ക് പോകുന്നു. അങ്ങനെ കാർ ഇവരുടെ ദേഹത്തേക്ക് കയറി ഇറങ്ങുമ്പോൾ നാട്ടുകാർ വട്ടം കൂടി കാറ് നിർത്താൻ ആവശ്യപ്പെടുകയാണ്. പക്ഷേ ഇതൊന്നും കൂട്ടാക്കാതെ അജ്മൽ കാറ് പിന്നോട്ടെടുത്ത ശേഷം മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെയാണ് ഒരു ജീവൻ്റെ തുടിപ്പ് രക്ഷിക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ രക്ഷിക്കാൻ കൂട്ടുനിൽക്കാതെ ഇവർ വാഹനം ഓടിച്ച് ഏകദേശം 9 കിലോമീറ്ററോളം പോയതിന് ശേഷമാണ് ഇതിന് പിന്നാലെയാണ് നാട്ടുകാർ ഓടിയെത്തുകയും നാട്ടുകാരാണ് ഇവരെ പിന്തുടർന്ന് പിടികൂടുകയും ഈ സാഹചര്യത്തിൽ അജ്മൽ ഓടി രക്ഷപ്പെടുകയായിരുന്നു. കാറിലുണ്ടായിരുന്ന ശ്രീകുട്ടിയെ നാട്ടുകാരാണ് പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത്. ശ്രീകുട്ടി പോലീസിൽ പറഞ്ഞത് നാട്ടുകാർ കയ്യേറ്റം ചെയ്യുമെന്നുള്ള പേടി കൊണ്ടാണ് തങ്ങൾ വാഹനം നിർത്താതെ പോയതെന്നാണ് ശ്രീകുട്ടി പറഞ്ഞത്. പക്ഷേ അജ്മലിനെ ഇന്ന് രാവിലെ പോലീസ് പിടികൂടിയപ്പോൾ അജ്മൽ പറഞ്ഞത് തന്നെ സ്ത്രീക്കുട്ടിയെ സംരക്ഷിക്കേണ്ടതുള്ളത് കൊണ്ട് മാത്രമാണ് താൻ വാഹനം നിർത്താതെ പോയതെന്നാണ്, അല്ലാതെ മറ്റൊന്നും കൊണ്ടല്ലാതെ. പക്ഷേ ഈ കാര്യത്തിൽ നാട്ടുകാരടക്കം ഇന്നലെ ഓണമായതുകൊണ്ട് ഇപ്പോൾ സമീപ പ്രദേശത്ത്, അതായത് മൈനാഗപ്പള്ളി ഒരു സ്കൂൾ ഗ്രൗണ്ടിൻ്റെ സമീപത്ത് വെച്ച് ഈ അജ്മലും ഈ സ്ത്രീക്കുട്ടിയും മറ്റൊരു സുഹൃത്തും കൂടെ മദ്യപിക്കുന്നത് നേരിൽ കണ്ട ആളുകളുണ്ട്. അവരെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഒരു ആൺ സുഹൃത്തും കൂടെ ഉണ്ടായിരുന്നു. അവർ ബൈക്ക് എടുത്ത് മറ്റൊരു വശത്തേക്ക് പോയി. ഇവർ രണ്ടുപേരും, അതായത് സ്ത്രീക്കുട്ടിയും അജ്മലുമാണ് കാർ എടുത്ത് പോയത്. ആ വരുന്ന വഴിയാണ് മൈനാഗപ്പള്ളി ആനൂർക്കാവിൽ വെച്ച് അപകടമുണ്ടായത്. ഈ സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. സ്വമേധയാണ് കേസെടുത്തിരിക്കുന്നത്. ഈ കാറിൽ ഒരു ജീവൻ രക്ഷിക്കേണ്ട ഡോക്ടർ ഉണ്ടായിരുന്നു. ഇത് ഗൗരവമായിട്ടാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഇത് കണ്ടെത്തിയിരിക്കുന്നത്. 2 ആഴ്ചയ്ക്കകം കമ്മീഷനോട് റിപ്പോർട്ട് നൽകാനും മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ഈ 2 പേരെയും ചോദ്യം ചെയ്യുകയാണ്. അജ്മലിനെയും അതോടൊപ്പം തന്നെ ശ്രീകുട്ടിയെയും ചോദ്യം ചെയ്യുകയാണ്. ശ്രീകുട്ടിയെ കരുനാഗപ്പള്ളി വലിയ ആശുപത്രിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. ശ്രീകുട്ടിയുടെ ഇടപെടൽ, ആശുപത്രിക്ക് കളങ്കം വരുന്ന തരത്തിലുള്ള ഒരു ഇടപെടലാണ് ശ്രീകുട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായതെന്നാണ് ആശുപത്രി മാനേജ്മെൻറ്റ് കണ്ടെത്തിയിരിക്കുന്നത്. ഇത് കാരണമാണ് ആശുപത്രിയിൽ നിന്ന് ശ്രീകുട്ടിയെ പുറത്താക്കിയത്. അല്പം മുമ്പ് ജില്ലാ റൂറൽ എസ് പിയുടെ നേതൃത്വത്തിലെത്തി ഇവരെ ചോദ്യം ചെയ്യുകയാണ്. റൂറൽ SP മുമ്പിൽ ഇവർ പറയുന്നതും ഇതുതന്നെയാണ്. നേരത്തെ ആദ്യം ശ്രീകുട്ടിയെ മാത്രം വിളിച്ചു വരുത്തി SP കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. പിന്നീട് അജ്മലിനെയും ശ്രീകുട്ടിയെയും ഒരുമിച്ചിരുത്തിയും ഒറ്റയ്ക്കിരുത്തിയും ചോദ്യങ്ങൾ ചോദിച്ചു
നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അറിയേണ്ടത് ശ്രീകുട്ടിയെ ഈ കേസിൽ പ്രതി ചേർക്കുമോ എന്നുള്ള കാര്യങ്ങളാണ് അറിയേണ്ടത്. അജ്മലിന് മറ്റൊരു കേസിൽ ഒരു ചീറ്റിംഗ് കേസും കൂടെ ഉണ്ട് എന്നാണ് മറ്റു പോലീസ് സ്റ്റേഷനിൽ നിന്ന് ലഭിച്ച വിവരം. ഇനി വേറെ എന്തെങ്കിലും തരത്തിൽ അജ്മൽ മറ്റെന്തെങ്കിലും തരത്തിൽ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നൽകിയത്. ഡോക്ടറെ ആശുപത്രിയിൽ നിന്ന് പുറത്താക്കി. ഒപ്പം അജ്മലിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് അനുസരിച്ച് കേസും എടുത്തിരിക്കുകയാണ്.